അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല തവ ചിക്കൻ്റെ റെസിപ്പി ആയാലോ. തവ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് എൻ്റെതായ രീതിയിലുള്ളൊരു തവ ചിക്കനാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1 കപ്പോളം തൈര് ആഡ് ചെയ്യാണ്. തൈര് അത്യാവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ, കാരണം തവ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആ മസാലയിൽ വീണ്ടും ചിക്കൻ വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ തൈര് ആവശ്യത്തിന് കൂടുതൽ ആഡ് ചെയ്തോളൂ. ഞാൻ ഒരു പാക്കറ്റിൻ്റെ 1/4 ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 കപ്പോളം മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഇതേപോലെ എല്ലാം ഞാൻ പേസ്റ്റ് ആഡ് ചെയ്യാത്ത എന്താ വെച്ചാൽ മിക്സിയിൽ നമ്മൾ പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ സ്പൈസിനായിട്ട് നമ്മൾ ചുവന്ന മുളകും പിന്നെ ഒരു മീഡിയം സൈസുള്ള 2 സവാളയും കൂടി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ ചിക്കൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനതൊരു 5 വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതേപോലെ മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ച മസാലയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് എരിവ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കൂട്ടും കുറക്കൊക്കെ ചെയ്യാൻ. നേരത്തെ റെഡ് ചില്ലി ആഡ് ചെയ്തില്ലേ പിന്നെയും ചില്ലി പൗഡർ ആഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഞാനിത് സ്പൈസി തവയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലെല്ലാവർക്കും, എനിക്കും പൊതുവേ എരിവ് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. എന്താ പറയുക, ഒന്നെങ്കിൽ നേരത്തെ ആഡ് ചെയ്ത റെഡ് ചില്ലിയുടെ അളവ് കുറക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി പൗഡറിന് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടും കാണാനുള്ളൊരു ഭംഗിക്കും വേണ്ടി മാത്രം ആഡ് ചെയ്യാണ്. വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആക്കി നമ്മൾ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് 1 to 2 അവറോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 hour വെച്ചാലും മതി, നിങ്ങളുടെ സമയത്തിൻ്റെ ഇതിനനുസരിച്ച് വെക്കുക. അതിനുശേഷം ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഞാൻ ആ ഓയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇത് വലുതാക്കി വെക്കാൻ പറ്റിയ നല്ലൊരു പാൻ, എല്ലാം കൂടി ഇടാൻ പറ്റിയൊരു പാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ തവ ചിക്കൻ്റെ പ്രോസസ്സിങ് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെടുത്തത് എന്താ പറയുക, എല്ലാം ഒരുമിച്ച് വെക്കാൻ പറ്റിയ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്നതാവും അത്രയും നല്ലത്. ടേസ്റ്റിൽ വ്യത്യാസവും മാറ്റമൊന്നും വരില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, നമുക്ക് ആ സ്റ്റെപ്പ് പാത്രങ്ങളുടെ എണ്ണം സ്റ്റെപ്പ് കുറക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞാനതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് അതൊന്ന് അത്യാവശ്യം ഫ്രൈ ചെയ്ത് ഉള്ളൊക്കെ ഒന്ന് വേവുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പീസും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. വലിയ പീസായതുകൊണ്ട് അത്യാവശ്യം ടൈം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് അരിയിക്കാതെ ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ശേഷം ഞാൻ ആ പീസുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ പാൻ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന പിസ്സ മേക്കറിലാണ് ബാക്കി കുക്കിംഗ് ചെയ്യുന്നത്. അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ പീസ് ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ബാക്കി വരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തവ ചിക്കൻ്റെ പ്രോസസ്സിങ് അതാണല്ലോ. നമ്മൾ മസാല ബാക്കി വരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നല്ലൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഇതേപോലെ ആ മസാല നല്ലോണം പിടിക്കുന്നത് വരെ കുക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ കുക്കിംഗ് മസ്റ്റാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ മസാല കരിഞ്ഞൊഴിച്ചു പോകും. അപ്പോൾ ഞാൻ പിസ്സ മേക്കറിലായതുകൊണ്ട് തന്നെ സ്പീഡ് സ്ലോയിലായിട്ടിട്ടുണ്ടായിരുന്നത്, ഫ്ലെയിം സ്ലോയിലായിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മസാല എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ഞാനിങ്ങനെ മറിച്ചിട്ടെടുത്തിട്ട് എന്താ പറയുക സ്ലോ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും സമയം അതാവും തോറും അത്രയും ടേസ്റ്റ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ കുറേ സമയം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറേ സമയം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല. അത് പെട്ടെന്നാക്കുന്നതിന് പകരം കുറച്ച് അത് ബാക്കിയുള്ള മസാല മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കാതെ കുറച്ച് ആഡ് ചെയ്തിട്ട് അത് ചെയ്യുന്നത്. ശേഷം ഞാൻ കുറച്ച് ഓണിയൻസും അതുപോലെ തന്നെ ടൊമാറ്റോയും കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൽ കിടന്ന് വേവുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ മസാല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ഞാൻ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല എന്താ പറയുക, നമുക്ക് കഴിക്കാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ മുന്നേ നല്ല കൊതി വന്നുകൊണ്ടിരിക്കും, കാരണം നല്ല സ്മെല്ലാണ്. മസാലയിൽ സ്ലോ കുക്ക് ചെയ്തതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇതുപോലെ നമ്മൾ പൊറോട്ടയുടെ കൂടെ ആയിക്കോട്ടെ ചപ്പാത്തിയുടെ കൂടെ ആയിക്കോട്ടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ നമ്മൾ തവാ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ചിക്കൻ അതിൽ നിന്ന് മാറ്റിയെടുത്തു. എന്നിട്ട് അതിൻ്റെ മസാല അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരാമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് തന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്താ പറയുക, എന്നും നമ്മളെ കോമൺ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ. അതിനുശേഷം ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് തൈമും അതുപോലെ തന്നെ നമ്മളെ വെള്ള എള്ളില്ലേ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തവാ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന അടിപൊളി സാധനം. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് കുക്ക് ചെയ്യാൻ. അങ്ങനെ ആ സാധനത്തിലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.